Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. താലൂക്ക് ആശുപത്രിക്ക് നഗരസഭ ആരോഗ്യ വിഭാഗം നൽകിയത് പിഴ ചുമത്തി നോട്ടീസ് അല്ലെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യത്തിൽ സിറിഞ്ച് ഉൾപ്പെടെയുള്ള മെഡിക്കൽ മാലിന്യങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ നഗരസഭ എടുത്ത നടപടി എന്താണ് എന്ന ചോദ്യവുമായി പ്രതിപക്ഷ കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ യോഗത്തിലാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിച്ചത്. ആശുപത്രിക്ക് പിഴ ചുമത്തിയോ എന്ന പ്രതിപക്ഷ കൗൺസിലർമാരുടെ ചോദ്യത്തിന് മറുപടിയുമായി നഗരസഭ ആരോഗ്യ വിഭാഗം കൗൺസിലിൽ തന്നെ മറുപടി പറഞ്ഞു. ആശുപത്രി അധികൃതർക്ക് നൽകിയിരിക്കുന്നത് പിഴ നോട്ടീസ് അല്ലെന്നും സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള നോട്ടീസാണെന്നും ആരോഗ്യ ഇൻസ്പെക്ടർ സിമി കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി. അവിടുന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾ തന്നെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, ഇങ്ങനെ അവരെ തരംതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ അന്ന് തന്നെ ആശുപത്രിയിൽ പോയി നോക്കിയപ്പോൾ അവർ തരംതിരിക്കാതെയാണ് പല വേസ്റ്റും കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് തരംതിരിച്ച് വേസ്റ്റ് കൊടുക്കണം എന്നാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ 326 വെച്ചിട്ടാണ് നമ്മൾ തരംതിരിച്ച് കൊടുക്കാൻ നോട്ടീസ് 2-ാം തീയതി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസാണ് കൊടുത്തിരുന്നത്. അതായത് അവർക്കൊരു കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനുള്ളൊരു അവസരം കൂടി അതിൽ നമ്മൾ പറയുന്നുണ്ട് നോട്ടീസ്. വിശദീകരിക്കാൻ സമയം കൊടുത്തിട്ടുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് 15 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അല്ലാത്ത പക്ഷം സ്വീകരിക്കാവുന്ന നിയമ നടപടികളും ചുമത്താവുന്ന പരമാവധി പിഴത്തുകയുമാണ് നോട്ടീസിൽ പരാമർശിച്ചിരിക്കുന്നതെന്നും അവർ അറിയിച്ചു. അതേസമയം ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് മാലിന്യം വേർതിരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ടെന്നും ഇനി ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമകൃഷ്ണൻ കൗൺസിൽ യോഗത്തിൽ അറിയിക്കുകയായിരുന്നു.